കാസർഗോഡ് ദേശീയപാത ചെർക്കള ചട്ടഞ്ചാൽ ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപത്താണ് ഗർത്തം രൂപം കൊണ്ടത്. പുതുതായി പണിത പാലവും റോഡും ചേരുന്ന ഭാഗത്തായിട്ടാണ് ടാറിട്ട സ്ഥലത്ത് ഗർത്തമുണ്ടായത്. കോൺക്രീറ്റ് ഉപയോഗിച്ച് ഗർത്തം താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, വിവരങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നുണ്ട്. ആ കനത്ത മഴയിൽ ഒലിച്ചെത്തിയ വെള്ളം ആണ് ഈ പാലത്തിനടിയിൽ നിന്ന് മണ്ണ് അങ്ങനെ തന്നെ ഒലിച്ചുപോയി വലിയ ഗർത്തം രൂപപ്പെട്ടത്. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് പാലം അവസാനിക്കുന്ന പാലവും റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് ഈ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ പാലം കോൺക്രീറ്റ് പാലത്തിന് തൊട്ടടുത്ത് മണ്ണിട്ടുയർത്തിയാണ് അവിടെ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ആ റോഡ് ടാർ ചെയ്ത ഭാഗം പൂർണ്ണമായും വെള്ളം അടിയിൽ ഒഴുകി വന്ന് ഒലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് ശരിയായി വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഓവുചാൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ റോഡിലൂടെ തന്നെയാണ് മണ്ണ് അതുപോലെ തന്നെ വെള്ളവും ഒലിച്ചെത്തുന്നത്. അങ്ങനെ കനത്ത മഴയിൽ ഒലിച്ചെത്തിയ വെള്ളത്തിൽ ആ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും നീങ്ങുകയും അവിടെ വലിയ ഗർത്തം രൂപപ്പെടുകയുമായിരുന്നു ചെയ്തത്. വലിയ കുന്നിടിച്ച ഭാഗത്ത് മണ്ണിട്ടാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വലിയ താഴ്ചയും അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ ഈ വശങ്ങളിലൂടെ ചേർന്ന് പോകുന്ന സമയത്ത് ഈ മണ്ണിട്ട ഭാഗങ്ങളിൽ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെയാണ് ഇന്ന് ആ ഭാഗത്ത് വലിയ രൂപത്തിലുള്ള ഒരു ഗർത്തം രൂപപ്പെട്ടത്. ഗർത്തം ഇപ്പോൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് താൽക്കാലികമായി അടച്ചു വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും അത് ശരിപ്പെടുത്തേണ്ടതുണ്ട്. ഭാഗങ്ങളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ ഭാഗം മറച്ചു വെച്ചിട്ടുണ്ട്, ബാരിക്കേഡ് വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയോരത്തൊന്നും തന്നെ പൂർണ്ണമായിട്ടില്ല. ഈ ചെർക്കള മുതലുള്ള റോഡ് മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ അപകടകരമായ സ്വഭാവത്തിൽ റോഡുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായ രൂപത്തിലല്ല നിർമ്മാണം എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് തന്നെ നേരത്തെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന അപകടങ്ങളെക്കുറിച്ചും വിശദീകരണം ചോദിച്ചിരുന്നു. ആ വിശദീകരണം നൽകേണ്ടുന്നതിനിടയിലാണ് ഇന്ന് വീണ്ടും ഒരു ഗർത്തം രൂപപ്പെട്ടത്. മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയും മണ്ണൊലിച്ചു പോയി റോഡ് താണു പോവുകയും ചെയ്യുന്ന വിള്ളൽ രൂപപ്പെട്ട, അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ വർഷം മേൽപ്പാലം നിർമ്മാണത്തിനിടയിൽ തന്നെ തകർന്നു പോയ നിരവധി സംഭവങ്ങൾ ഈ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവരെ വിശദീകരണം തേടിയിട്ടുണ്ട്. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ശരി ഷഫീഖ്.